ഹായ് ഡിയർ, വെൽക്കം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഭഗവാനെ ശ്രീകൃഷ്ണ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അങ്ങ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് എന്ന് ഗൈഡ് ചെയ്താലും. ഒരു കാര്യം കൂടെ എടുക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അടുത്ത 9 ഓഫ് വോൺസ് ആണ്. നമുക്ക് ഒരു കാർഡ് കൂടെ എടുക്കാം. ഇത് സെലിബ്രേഷൻ ആണല്ലോ. ഓക്കെ ഡിയർ, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, 9 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ കരിയറിലാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ടാർഗറ്റ് ഒക്കെ തന്നിട്ടുള്ള അത്തരത്തിലുള്ളൊരു കരിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റേതായ നേട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാണ് കാണുന്നത്. അതല്ല, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെല്ലുവിളികളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവിടെ ഇത് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ആകാം. 9 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് മുൻപ്. അതായത് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെയും നിങ്ങൾ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഓക്കെ ഡിയർ, അവിടെ നിങ്ങൾ വളരെയധികം ക്ഷീണിതനാണ്. എന്നാലും നിങ്ങളുടെ ഉള്ളിലൊരു സ്ട്രെങ്ത് ഉണ്ട്. ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങൾ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണപ്പെടുന്നു. ഇവിടെയും ഭഗവാൻ നിങ്ങളോട് പറയുന്നത്, മേ ബി എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാലും നിങ്ങളതൊക്കെ ഫേസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇതുവരെ നേടിയെടുത്തിട്ടുള്ള അറിവിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഭഗവാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കൊരു ക്ഷീണമുണ്ട്. ഇത്രയധികം നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അത് കവർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ ഗൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ടീം വർക്ക് ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളോടൊപ്പം കുറച്ച് വ്യക്തികളെ കൂട്ടി നിങ്ങൾക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്ത കാര്യമാണെങ്കിൽ, അതല്ല നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊരു ടീമിനെ ഒന്ന് റീബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നുകൂടെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതും ആവശ്യമാണ്. അത്തരത്തിൽ മുന്നോട്ട് പ്രവർത്തിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സെലിബ്രേഷനാണ് കാണുന്നത്. നിങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ ടീം മെമ്പേഴ്സും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും അതിനുള്ള സക്സസ് നേടുകയും ചെയ്യും. ഓക്കെ ഡിയർ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീ സൗഹൃദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ത്രീ അല്ലെങ്കിൽ തന്നെ ഒരു പുരുഷനാണെങ്കിൽ പോലും ഒരു നർച്ചറിങ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഒരു കരിയറിലേക്കോ നിങ്ങളുടെ ലൈഫിലേക്കോ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും. നിങ്ങളുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോടൊപ്പം ആ ഒരു സൗഹൃദത്തോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിനെ ലഘൂകരിച്ച് കൊണ്ടുപോയി നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് വിജയത്തിലെത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം.
ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് നിങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ നേടിയിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഭഗവാൻ ഗൈഡ് ചെയ്യുന്നത്. അതും അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഫോർച്യൂണും ഭാഗ്യവും ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന ഭാഗ്യമെന്ന് പറയുന്നതിലുപരി നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആ ഒരു ടീം വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഭഗവാൻ ഗൈഡ് ചെയ്യുന്നത്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കരിയർ റീഡിങ്ങോ റിലേഷൻഷിപ്പ് റീഡിങ്ങോ ഹെൽത്ത് റീഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്.